ഹായ് ഗൈസ്, 2 ദിവസം മുമ്പ് ഞാൻ ഈ ഒരു കവറിൻ്റെ ഫോട്ടോ ഇട്ടിരുന്നു. ഇതിലെന്താണ് ചോദിച്ചു. യെസ്, അപ്പോൾ ഈ ലോഗോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സ്കൈ മീഡിയയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഗിംബലാണ് കേട്ടോ. DJI-RS4 മിനി കോംബോ. എന്തുകൊണ്ട് ഞാൻ കോംബോ വാങ്ങി എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പൗച്ചിലാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് പൗച്ച് ഒന്ന് എന്ത് ചെയ്യാം, തുറന്നു നോക്കാം. എന്ത് ചെയ്യാണ്, നമ്മൾ തുറക്കുകയാണ്. ബിസ്മില്ലാ. ഒരു ബ്യൂട്ടിഫുൾ സാധനം, ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഒരു ഗിംബൽ. വെയിറ്റ് ഇല്ല കേട്ടോ സാധനം. ഈ ബോക്സിൽ വേറെ എന്തല്ലെന്നൊക്കെ, വേറെ ഒന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ബോക്സ് നമുക്ക് ഇവിടെ താഴ്ത്തു വെക്കാം. അതുപോലെ ഇതിലും ഒന്നും കാണാനില്ല. ഇതിലാണ് എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് തുറന്നു നോക്കാം. ഞാനിത് കോംബോ വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മറ്റേ നോർമലിന് ഈ ഹാൻഡിൽ വരുന്നില്ല. കാരണം നമ്മൾക്ക് വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഷോട്ടുകൾക്ക് ഈ ഒരു ഹാൻഡിൽ നിർബന്ധമാണ്. കണ്ടോ, നമുക്ക് സിനിമാറ്റിക് ആയിട്ടുള്ള ഷോട്ടുകൾക്ക് ഈ ഒരു ഹാൻഡിൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ കോംബോ എടുക്കാൻ തന്നെ കാരണം കേട്ടോ. എന്താ ഓക്കെ. പിന്നെ അതിൻ്റെ ട്രൈപോഡ് പിന്നെ എല്ലാറ്റിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. കോംബോൻ്റെ കൂടെ എല്ലാറ്റിൻ്റെ കൂടെ ട്രൈപോഡ് ഉണ്ടാവും. പക്ഷേ ഈ ഹാൻഡിൽ കോംബോൻ്റെ കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ കേബിളുണ്ട്. നെക്സ്റ്റ് എന്താണ്, പിന്നെ ഒരു സാധനം കൂടെ. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തൊരു സാധനം ഇതാ. ഇതിന്മേൽ ചെറിയൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റക്കൊക്കെ ഉള്ള ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഫേസ് എടുക്കുക, നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യണം അതിനനുസരിച്ച് ഇത് ട്രാക്ക് ചെയ്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും. അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കോംബോ തന്നെ ചൂസ് ചെയ്യാൻ കാരണം കേട്ടോ. പിന്നെ അതിൻ്റെ ക്വിക്ക് റിലീസ് പ്ലേറ്റ്, വളരെ ഈസി ആയിട്ട് ഹൊറിസോണ്ടലിൽ നിന്നും വെർട്ടിക്കലിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റ്. ഇത് ആദ്യം കാണിച്ചത് അതിൻ്റെ ലോക്കിംഗ് പ്ലേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ക്വിക്ക് റിലീസ് പ്ലേറ്റ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടോ, ഇതിങ്ങനെ നീക്കി കൊടുത്താൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയൊരു ബോക്സാണ്, പക്ഷെ ഇതിൻ്റെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇതിലത്തെ സാധനങ്ങൾ കേട്ടോ. യെസ്, അടുത്ത ഒരു കേബിൾ. ഇതാണ് നമ്മൾ ജിംബലും ക്യാമറയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ ഒരു യൂസർ മാനുവലും യൂസർ ഗൈഡ് ഇതിലുണ്ടാവും. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം. ഒരു DJIയുടെ ലോഗോ. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് ഈ പാക്കിങ്ങിലുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജറായിട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു കേബിള് ഇപ്പോൾ എല്ലാ കമ്പനിയും അതിൻ്റെ കൂടെ ചാർജറിന് പ്രത്യേക അഡാപ്റ്ററൊന്നും വരില്ല. നമ്മളെ മൊബൈലിന് വരുന്ന പോലെ തന്നെ USB Type-C മോഡലുള്ള കേബിളാണ് വരുന്നത് ചാർജ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ബിസ്മില്ലാ. ട്രൈപോഡ് യെസ്, അപ്പോൾ ഇതാണ് കേട്ടോ ട്രൈപോഡ് വെച്ചപ്പോൾ. ഇത് പ്ലാസ്റ്റിക്കാണ്, പക്ഷെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. പക്ഷെ കളറ് നല്ല രസമായിട്ടുണ്ട് അല്ലേ, വൈറ്റ്.
പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഹാൻഡിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഹാൻഡിലും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യണം കേട്ടോ. ഹാൻഡിൽ ഇവിടെ വെച്ചിട്ട് ഇതാ ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹാൻഡിൽ ഫിക്സ് ആയി. ഇനി ഇത് നമ്മളെ ഓരോരുത്തരുടെയും കയ്യിൻ്റെ ഇതിനനുസരിച്ച് എന്ത് ചെയ്യുക, അപ്പ് ചെയ്തിട്ടോ മുകൾക്കാക്കിയിട്ട് വെക്കണമെങ്കിൽ വെക്കാം, താഴത്ത് വെക്കണമെങ്കിൽ എങ്ങനെയും വെക്കട്ടോ. അപ്പം എൻ്റെ ഒരു പാട് ഇങ്ങനെയാണ്. യെസ്, നെക്സ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതെവിടെ യെസ്, ഇതുണ്ടോ, ഇത് ജസ്റ്റ് മാഗ്നറ്റിക് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ കേട്ടോ, മാഗ്നറ്റിക് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ റിമൂവ് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ അടുത്ത് വെച്ചുകൊടുത്താൽ മതി. അതിൻ്റെ തന്നെ കേബിള് ഇവിടെ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ക്യാമറ ഒന്ന് വെച്ച് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ ക്യാമറ ഫിക്സ് ചെയ്യാം. ഇതിൽ ഇവിടെ ഒരു വൈറ്റ് പ്ലേറ്റ് ഉണ്ട് അല്ലേ. ഈ വൈറ്റ് പ്ലേറ്റ് നമ്മൾ LCDയിലോ മറ്റോ തട്ടില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം LCDയുടെ ഭാഗത്തിലേക്ക് നീക്കി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഗിംബലിൽ ഈ ഒരു പ്ലേറ്റ് അറ്റാച്ച് ചെയ്യണം. ഇത് ഇവിടുന്ന് ഇങ്ങനെ കയറ്റി വെക്കുക ഉണ്ട്, ഈസി ആയിട്ട്. എന്നിട്ട് വേണമെങ്കിൽ മൈന്യൂട്ടായിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നീക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഇതായെങ്കിൽ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാമറ ഇതിലേക്ക് കയറ്റി വെക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒറിസോണ്ടലിൽ ആണ് ക്യാമറ വെക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, ഈ ലോക്കും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലോക്കായി കൊടുക്കുക. ഇപ്പോൾ സാധനം ഇവിടെ റെഡിയായി നിന്നിട്ടുണ്ട്. സൂപ്പർ അല്ലേ. ഇപ്പോൾ ഇത് നിക്കോൺ Z6III+2470 ആണ് ലെൻസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഓൺ ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ അടുത്തത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരു റിയൽ ഷൂട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യും. ഈ ഗിംബിൾ ഞാൻ പർച്ചേസ് ചെയ്തത് സ്കൈ മീഡിയ എന്ന് കേട്ടോ, ദുബായ് സ്കൈ മീഡിയ എന്ന്. അവരെ പേരോ കോൺടാക്റ്റൊക്കെ ഇവിടെ താഴെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോളി. അപ്പോൾ അവിടുന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ.